ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയിട്ട് 1 മാസമായിട്ട്, ഇന്ന് നമ്മൾ 30ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ എത്ര കുറഞ്ഞു എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാരെ ഇന്ന് താത്തയും മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ഞാനും താത്തയും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കണ്ട് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു ബോധമൊക്കെ ഒന്ന് വന്നത്. പുറത്തുതാ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. എന്തിനാ ഇങ്ങനെ പെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. അത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യമായിട്ട് ഇങ്ങനെ പേടിയാവൂലേ. എന്തായാലും ഞങ്ങളിങ്ങനെ മഴയെ നോക്കി ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മുന്നിൽ തന്നെ. അപ്പോൾ താത്ത ഇങ്ങനെ ഇതാ കഷ്ടപ്പെട്ട് എന്തി വലിഞ്ഞ് ആ ഒരു ഊഞ്ഞാലിൽ പിടിച്ച് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. മക്കളെല്ലാവരും എണീച്ചിട്ടില്ല, എണീച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് അളയാക്കി മുന്നിലേക്ക് വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്മാനൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഉമ്മ അങ്ങളും കൂടി വരുമോ എന്ന്. എല്ലാവർക്കും ഇങ്ങനെ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ കൂടിയിട്ട് തിരിച്ചു പോവാലോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുള്ളൂ. പുറത്ത് പോയി വാങ്ങാനുള്ള ഒരു ക്ഷമയോ, ഒരു മഴ ആയതുകൊണ്ട് ഒട്ടും തോന്നണേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മക്കളൊക്കെ എല്ലാവരും ഉള്ളതിൽ കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ളതും ഹാർപ്പിക്ക് ഇത് സാധനങ്ങളൊന്നും ഡിറ്റർജൻറ്റ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി സാധനങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. പിന്നെ മുട്ടമ്മൽ എന്തൊക്കെയോ എഴുത്തും കൂടോത്രമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബട്ടർ കോഫി ഉണ്ടാക്കണമെങ്കിൽ ബട്ടർ നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ സാധാരണ ചെറിയ പാക്കാണ് വാങ്ങലുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം വലിയൊരു പാക്ക് തന്നെ അങ്ങോട്ട് വാങ്ങി കേട്ടോ. ഒട്ടും അങ്ങോട്ട് കുറച്ചില്ല. ഇനി അങ്ങോട്ടേക്ക് 1 മാസം കൂടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും തുടങ്ങിയതല്ലേ, ഇപ്പം ഇനി 1 മാസം കൂടി, ജൂണും കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹാർപ്പിക്ക്, ലേസോള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് കണ്ടില്ലേ, അതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങോട്ട് ആകെ നനഞ്ഞ് ചീഞ്ഞ് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ അറപ്പാവും കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതൊക്കെ ചേച്ചി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അതൊക്കെ എടുത്ത് വെക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ താത്ത നീനൂട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും മിസ് ചെയ്തു. കാരണം ഞാൻ നീനൂട്ടിനെ പോലെ തന്നെ കേട്ടോ. എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വാരി തരണം, ആരെങ്കിലും ഇമ്മയാണ് കേട്ടോ വാരി തരണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ചെറിയ കുട്ടിയല്ലേ, അപ്പം ഉമ്മ വാരി തരുന്ന അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ നടക്കുക. കീറ്റായതുകൊണ്ട് ശരിക്കും ഒന്നും വാരി തരാനൊന്നുമില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ പോയാലും ഉമ്മ തന്നെയാണ് എനിക്ക് വാരി തരും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞാനും താത്തയും കൂടി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വിശപ്പ് വന്ന് തുടങ്ങിയപ്പോൾ ഞാനും താത്തയും ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. ദിയാകൃഷ്ണൻ്റെ മറ്റേ വളകാപ്പ് ഇല്ലേ, അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. അതിൽ അഹാനൻ്റെ ആണോ, അൻസികൻ്റെ ആണോ, ഇഷാനിൻ്റെ ആണോ ഡ്രസ്സാണ്, ആരുടെ ഡ്രസ്സാണ് സൂപ്പർ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങളെ ചർച്ച. അപ്പോൾ ഓരോ ഡാൻസൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഞങ്ങൾ ബട്ടർ കോഫി കുടിക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി വെയിറ്റ് കാണിക്കാമല്ലേ. ഞാൻ രാവിലെ തന്നെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വെയിറ്റ് കണ്ടോ, 83ലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ന്യൂ വെയിറ്റ് അൺലോക്ക്ഡ് 83.880 ആയിട്ടുണ്ട്. ഇന്നലത്തെ വെയിറ്റിനേക്കാളും 450 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 30 ദിവസം കൊണ്ട് 5 കിലോയും 350 ഗ്രാമുമാണ് ഞാൻ കുറഞ്ഞിട്ടുള്ളത്. അടിപൊളിയല്ലേ. പക്ഷേ കീറ്റോ തുടങ്ങിയിട്ട് ഞാൻ 3 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അതിന്ന് ഞാൻ 4 കിലോയും 650 ഗ്രാമുമാണ് കുറഞ്ഞിട്ടുള്ളത്, കീറ്റോയിൽ മാത്രമായിട്ട് കേട്ടോ. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ഡയറ്റിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും 1 മാസം കൂടി, ജൂണും കൂടി ഞാൻ കീറ്റോ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെയൊക്കെ ആവുമെന്നുള്ള അറിയില്ല, മാക്സിമം ട്രൈ ചെയ്യൂ കേട്ടോ. ഒരു 75 ഒക്കെ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ അളയാക്ക പോയിട്ടുണ്ട് തിരിച്ച് അരീക്കോടേക്ക് തന്നെ. നാളെ താത്താനൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ തന്നെ വരും.
സുജിയും പോവുകയാണ്, വയനാടേക്കാണ് കേട്ടോ പോണത്. ഇനി സുജി നാളെ രാത്രിക്കാവും വരാൻ വേണ്ടിയിട്ട്. സുജിക്ക് അവിടെ ഒരാളെ കാണാൻ വേണ്ടി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വീടൊഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഉമ്മാനോട് ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരു ഒത്തുകൂടൽ എന്തായാലും ഉണ്ടാവും. കാക്കാക്കും നയനൂനും വരാൻ കഴിയൂല. ഒന്നാമത് കാക്കക്ക് നല്ല പണിയുണ്ട്, പിന്നെ അവന് പനിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വരാൻ കഴിയുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ നീനൂട്ടി ആ കർട്ടൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങ് വിദൂരതയിലേക്ക് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ അവൾ വർക്ക് ചെയ്യണ ടിയാറ ഹോട്ടൽ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ നോക്കി ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഹാണിനെയും ഐറൂനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കുറേ നേരം സംസാരിച്ചു. അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് കേട്ടോ. അൻസാറിന് ഒഴിവില്ല, അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അൻസാർ ബിസിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒരു 2:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിതൊരു ഫുഡ് കഴിക്കാണ് കേട്ടോ. ചീര ഉപ്പേരി, പിന്നെ ചിക്കൻ പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചത്, ഇതൊക്കെയാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച്. ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വർത്താനം പറയുന്നത് ഞങ്ങൾക്ക് വിശപ്പൊന്നുമില്ല, അതായിട്ടുണ്ട് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി ഒരു വിചാരമില്ല. വർത്താനം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തൈര്, ഞാനിപ്പോൾ അങ്ങനെ തൈര് കഴിക്കലില്ല, വെറുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷെ താത്ത നല്ല തൈരൊക്കെ എടുത്ത് കൂട്ടി കഴിക്കണ കണ്ടപ്പോൾ എനിക്കൊരു കൊതി വന്നിട്ട് ഞാൻ അവളെ നിന്നൊക്കെ എടുത്തിട്ട് തൈരൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഓള് എങ്ങനെയൊക്കെയോ വീഡിയോ ഇങ്ങനെ എടുക്കണ, ഞാൻ വീഡിയോ എടുക്കണ ആംഗിളൊക്കെ ഈ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓളിൻ്റെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല മഴ തന്നെയാണ് കേട്ടോ. നീനൂട്ടിക്ക് ഇന്നലെ ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും മാഗി ഉണ്ടാക്കിനല്ലോ. അപ്പോൾ അവൾക്ക് പനി പിടിച്ച് കിടപ്പായതുകൊണ്ട് അവൾക്ക് മാഗി വേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവൾ മാഗി ഉണ്ടാക്കിച്ച് കഴിക്കുകയാണ്. എൻ്റെ ഉപ്പയമ്മ വന്നല്ലോ. ഈ 6-6:30 മണി ആയപ്പോഴാണ് ഉമ്മ വന്നത് കേട്ടോ. വൈകുന്നേരം 3 മണിക്ക് എങ്ങാനും ഉമ്മ അവിടുന്ന് ഇറങ്ങിയതാണ്. 3 മണിക്കൂറത്തെ യാത്ര, 1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരമുള്ളൂ കേട്ടോ. മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് 3 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. അത്രയും ബ്ലോക്കും മഴയും ഏതായാലും കഷ്ടപ്പാടായിട്ടുണ്ട്. ഒരു രണ്ടാളും ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓട്ടോയിലും ആണ് കേട്ടോ വന്നത്. ആകെ ഇടങ്ങേറായിക്കണം രണ്ടാളും. അങ്ങനെ എന്തായാലും നല്ല ചൂട് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് പോലെ രണ്ടാളും ഞാൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓലെ താത്താൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ വേഗം കുറച്ച് എഡിറ്റിംഗ് പരിപാടിയിലേക്ക് ഇങ്ങോട്ട് പോയി. നമുക്ക് 8 മണിക്ക് വീഡിയോ ഇടണ്ടേ അതിനുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാവർക്കും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത്, മക്കളൊക്കെ എല്ലാവരും ഉള്ളതല്ലേ, താത്താക്ക് വേണ്ടാന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും സെറ്റപ്പാക്കി വാങ്ങിക്കൊടുത്ത്. എല്ലാവരും എന്താ പറയുക, ഡയറ്റ് ആയതുകൊണ്ട് ആർക്കും വലിയ മൂഡൊന്നുമില്ല കഴിക്കാനൊന്നും. മീനോട്ടിപ്പോൾ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ രാത്രി അല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം അവൾ ഫുഡേ കഴിക്കൂലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോസ്റ്റലിലായതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്തതുകൊണ്ട് അവളിപ്പോൾ എന്തും കഴിക്കും. ഇപ്പോൾ ഒക്കെ അങ്ങനെ സമയപരിധി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ അവൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ സമയപരിധി ഒന്നും ഇല്ല കേട്ടോ. എന്നാലും അവൾ മെലിഞ്ഞ് തന്നെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറേ നേരം ഞങ്ങൾ TV ഒക്കെ കണ്ടിരുന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഫാമിലി ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ കാര്യമായിട്ട് നാളെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.